നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രവാസികൾക്കെന്ന് സന്തോഷ വാർത്തയാണ്. കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിലും ഇന്നത്തെ ദേശീയ ദിനാഘോഷം ആഹ്ലാദകരമാക്കാൻ ഒരുങ്ങുകയാണ് കുവൈറ്റ്. ഒത്തുകൂടിയുള്ള ആഘോഷ പരിപാടികൾ വിലക്കിയിട്ടുണ്ടെങ്കിലും രാജ്യവ്യാപകമായി കെട്ടിടങ്ങൾ വർണ്ണവിളക്കുകളാൽ അലങ്കരിച്ചും തെരുവുകളിൽ തോരണം തൂക്കിയും ദേശീയ ദിനത്തെ ആഘോഷിക്കുകയാണ് കുവൈറ്റ് ജനത. അതോടൊപ്പം നമ്മുടെ പ്രവാസികളും. ഇന്ന് ദേശീയ ദിനാഘോഷം ആഘോഷിക്കുന്നതിന് പിന്നാലെ നാളെ, അതായത് വെള്ളി, വിമോചന ദിനവും കടന്നെത്തുന്നുവെന്നത് ഇരട്ടി മധുരമായിരിക്കുകയാണ് പ്രവാസികൾക്കേവർക്കും. വിപുലമായ ഒരുക്കങ്ങളാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അതേസമയം കനത്ത കോവിഡ് സുരക്ഷാ മുൻകരുതലുകളും ഒരുക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഏവർക്കും നൽകിയിട്ടുള്ള ചട്ടങ്ങൾ പാലിച്ച് കൃത്യമായി തന്നെ മുന്നോട്ട് പോകുക. ചട്ടങ്ങൾ ലംഘിച്ച് പരിപാടികൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുമുണ്ട്. 1961 ജൂൺ 19 കുവൈറ്റ് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. തുടർന്ന് 3 വർഷത്തോളം ഇതേ തീയതിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വരികയാണിവർ. എന്നാൽ 1964 മുതൽ ആഘോഷം ഫെബ്രുവരി 25 മാറ്റുകയായിരുന്നു. സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ച നേതാവും ആധുനിക കുവൈത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരിയുമായ അമീർ ഷെയ്ഖ് അബ്ദുള്ള അൽ സാലിം അസബാഹിന്റെ സ്ഥാനാരോഹണം നടന്ന തീയതിയാണ് 1980 ഫെബ്രുവരി 25. എന്നാൽ ഇതുമാത്രമല്ല, ഇറാഖി അധിനിവേശത്തിൽ നിന്ന് മുക്തി നേടിയ ദിനം ഫെബ്രുവരി 26 25 26 അടുത്തു വരുന്ന ഈ ദിനങ്ങളിൽ ഏറെ സന്തോഷത്തോടെ പ്രവാസികൾ ഈ ദിനം ആഘോഷിക്കണം. അതോടൊപ്പം തന്നെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് പ്രവാസികളേവരും ആ വാക്കിനായി കാതോർത്തിരിക്കുകയാണ്. അധികൃതർ തങ്ങളുടെ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് മാറ്റുമോ എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് പ്രവാസികൾ. എന്തായാലും ആ സന്തോഷ വാർത്ത തന്നെ പ്രവാസികളുടെ കാതുകളിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.